നമ്മളിന്നൊരു ഇലക്ട്രിക് ബൈക്ക് കൊണ്ടാണ് വന്നിരിക്കുന്നത്. പ്യുവർ EV എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് കൊണ്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുന്നത് ലോങ് റൈഡ്സ് സിറ്റീസിൽ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അല്ലാതെ നോർമൽ സിറ്റി റൈഡ്സ് അല്ലാതെ കുറച്ചുകൂടെ ദൂരെ പോകാൻ താല്പര്യമുള്ളവർക്കും പറ്റിയ ഒരു ഓപ്ഷനാണ് ഇലക്ട്രിക് ബൈക്ക് എന്നുള്ളത്. കാരണം ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെക്കാട്ടിൽ ഒത്തിരി ലോങ് സ്കൂട്ടറിൽ പോകുന്നത് അത്ര നല്ലതല്ല നമ്മുടെ ബോഡിക്ക്. അതുകൊണ്ട് ഇലക്ട്രിക് ബൈക്ക് ആകുമ്പോൾ കുറച്ച് ലോങ് ഓടിച്ചാലും പ്രശ്നമില്ല, അതിനുള്ള റേഞ്ചും ഈ വണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. അതിന് പറ്റിയൊരു ഇലക്ട്രിക് ബൈക്കാണ് ഈ പ്യുവർ EVയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. സസ്പെൻഷന് കവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊടിയടിച്ച് അഴുക്ക് കയറുന്ന പ്രശ്നമൊന്നും പേടിക്കേണ്ട. പിന്നീട് 18 ഇഞ്ച് വീൽസാണ് വന്നിരിക്കുന്നത്. 80 ആണ് വീലിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. പോരാതെ അലോയ് വീൽസും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഹാൻഡിൽ ബാസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നോർമൽ ബൈക്സിന് കാണുന്ന അതേപോലത്തെ സ്വിച്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, അതുപോലെ പാസിൻ്റെ സ്വിച്ചസ്, അതുപോലെ ഡിം ബ്രൈറ്റ് സ്വിച്ചസ്. റൈറ്റ് സൈഡിലാണ് കുറച്ച് വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇഗ്നിഷൻ കൊടുത്തിരിക്കുന്ന സ്വിച്ച് അതേപോലെ ഇതിലും വന്നിരിക്കുന്നു. പക്ഷേ ഇത് എഞ്ചിൻ മോട്ടോർ ഓൺ ആകുന്നതിൻ്റെ ജസ്റ്റ് സ്വിച്ച് എന്നേ ഉള്ളൂ. പിന്നീട് പാർക്ക് ലൈറ്റും ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചസ് ആണ്. അത് പോരാതെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് റിവേഴ്സ് സ്വിച്ചാണ്. അതായത് ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഉണ്ട്. നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുത്തി പുറമോട്ടൊക്കെ തിരിക്കാൻ കഷ്ടപ്പെടാറില്ലേ ബൈക്സൊക്കെ, ആ ഒരു ബുദ്ധിമുട്ട് ഇതിൽ വരില്ല. റിവേഴ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിൽ ഈസി ആയിട്ട് എടുക്കാനായിട്ടുള്ള സൗകര്യം ഇതിന് വന്നിട്ടുണ്ട്. പിന്നീട് മോഡ്സ് 3 പവർ മോഡ്സ് ആണ് വന്നിരിക്കുന്നത്. എക്കോ, നോർമൽ, സ്പോട്ട് എന്നിങ്ങനെ 3 പവർ മോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ആ 3 പവർ മോഡ്സിലും ഡിഫറൻറ്റ് പവർ റേഞ്ച് ആണ്. അവിടെയാണ് നമുക്ക് റേഞ്ചിൻ്റെ കാര്യം പറയാനുള്ളത്. അതായത് 171 കിലോമീറ്ററാണ് ഇതിൻ്റെ ഇക്കോ മോഡിൽ ഇവർക്ക് റേഞ്ച് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം അതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ കാണിക്കും. ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മോഡിൽ ഒരു 150, തേർഡ് മോഡിൽ ഒരു 140 റേഞ്ച് എന്തായാലും റേഞ്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ട്രൈ നോക്കുന്നുണ്ട് അത്. പിന്നീട് പാർക്ക് മോഡിൻ്റെ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. പിന്നീട് നമ്മുടെ നോർമൽ ബൈക്സിൻ്റെ ആ ഒരു ബൈക്ക് ഫീൽ കിട്ടാനുള്ള പെട്രോൾ ടാങ്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. പക്ഷേ പെട്രോൾ ഓടിക്കാൻ പറ്റില്ല. പിന്നെ വളരെ വൈഡായിട്ടുള്ള നല്ലൊരു സീറ്റ്സ്, ഒത്തിരി വൈഡല്ല പക്ഷേ നല്ല ക്യൂഷനിങ് ഒക്കെയുള്ള, വളരെ വലിയ വൈഡ് ആണെന്നല്ല, പക്ഷേ ഇരിക്കാൻ നല്ല സൗകര്യമാണ്. നല്ല ക്യൂഷനിങ് ഉള്ള സീറ്റാണ്. റൈഡറിനും അതുപോലെ പില്ലിയനും നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനും നല്ല സീറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും നോർമൽ പോലെ കൊടുത്തിരിക്കുന്നു. ഈ വണ്ടിക്ക് റിയറിലും ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിൻ്റെ കാര്യമൊന്നും പേടിക്കാനില്ല. പിന്നീട് പവർ റീജനറേഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പവർ റീജൻ എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്ക് അറിയായിരിക്കും. കാരണം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പവർ റീജനറേറ്റ് ആവും. ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ടാണ് വണ്ടി ഓടുന്നത്. അതേസമയം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പോയ പവർ കുറച്ച് നമുക്ക് തിരിച്ച് കയറും. അതായത് വണ്ടി ടയർ കറങ്ങുന്നത് ഇതുകൊണ്ട് നമ്മളുടെ ബാറ്ററി റീചാർജ് ആയി കുറച്ച് പെർസെൻറ്റേജ് കിട്ടും. അത്രയും തന്നെ തിരിച്ച് കയറുക എന്നല്ല പറയുന്നത്, കുറച്ച് പെർസെൻറ്റേജ് തിരിച്ച് കയറും. അങ്ങനെ ഒരു ടെക്നോളജി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹിൽ അസിസ്റ്റ് കൺട്രോൾ ഉണ്ട്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ ഉണ്ട്. അതായത് നമുക്ക് കയറ്റത്ത് വണ്ടി ബാക്കിലോട്ട് പോകാതിരിക്കാനും ഇറക്കത്ത് അൺകൺട്രോളബിൾ ആയിട്ട് വണ്ടി പോകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഫീച്ചേഴ്സാണത്. ഇതാണ് ഇതിൻ്റെ കീ. നമുക്ക് കീയിൽ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് പോകുമ്പോൾ ലോക്ക് ചെയ്തിട്ട് പോകാം. ലോക്ക് ചെയ്തിട്ട് പോയിട്ട് ആരെങ്കിലും വണ്ടി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അലാം അടിക്കുന്നതായിരിക്കും. നമുക്ക് അതിൽ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് റിവേഴ്സ് മോഡ് നമ്മൾ പറഞ്ഞിരുന്നത് അതൊന്ന് കാണിക്കാം. റിവേഴ്സിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് വീഡിയോ റിവേഴ്സ് ആക്കിയതൊന്നുമല്ല കേട്ടോ, ശരിക്കും റിവേഴ്സ് മോഡാണ്. നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നു. റിവേഴ്സിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡ് റിവേഴ്സ് ആകും. ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ സ്പീഡിൽ റിവേഴ്സ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് തിരിക്കാനൊക്കെ ഭയങ്കര സൗകര്യമാണ് കേട്ടോ. വൺ ടച്ച് സ്വിച്ച് ആയതുകൊണ്ട് നമുക്ക് മോഡ് മാറ്റാനോ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ആക്സിലേറ്റർ കൊടുക്കുക, അപ്പോൾ തന്നെ നമുക്ക് റിവേഴ്സ് മോഡിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ നല്ല റിവേഴ്സ് മോഡാണ് ഇതിൽ. അത് നല്ല യൂസ്ഫുൾ ആട്ടോ ശരിക്കും. അത് ടൗണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ്. നമ്മൾ വണ്ടി ബാക്കിലോട്ട് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെടാറുണ്ട് എപ്പോഴും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അങ്ങനെ ആവശ്യത്തിനുള്ള കുറേ ഫീച്ചേഴ്സ് തരുന്ന നല്ലൊരു ഇലക്ട്രിക് ബൈക്കാണ് പ്യുവർ EVയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. എത്ര കിലോമീറ്റേഴ്സ് ഇതുകൊണ്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും, ഇവർ പറയുന്ന അത്രയും കിട്ടുമോ, ഇതിൻ്റെ റിയൽ ലൈഫ് റേഞ്ച് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്യുവർ EVയുടെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുറേ ഡിഫറൻറ്റ് മോഡൽസ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു. ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ്. സ്കൂട്ടേഴ്സ്, ബൈക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ട്വിസ്റ്റ് X എന്ന ഈ മോഡലിൻ്റെ റേഞ്ച് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് 100 ചാർജിൽ എത്ര കിലോമീറ്റർ ഇത് ഓടും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ മൊബൈൽ ആപ്പിൽ എല്ലാ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ 100% ആക്കിയിട്ട് എത്ര കിലോമീറ്റർ ഓടും ഇത് റിയൽ ലൈഫിൽ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 171 കിലോമീറ്റർ ആണ് ഇവരുടെ പുതിയ മോഡലിൽ അവർ റേഞ്ച് അവകാശപ്പെടുന്നത്. അപ്പം ശരിക്കും ഓടിക്കഴിഞ്ഞാൽ 171 തന്നെ കിട്ടണമെന്നില്ല. എത്ര ആയിരിക്കും കിട്ടുന്നത് എങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത റേഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കാണിക്കാം ബാറ്ററി എത്ര പെർസെൻറ്റ് ഉണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിന് എത്ര ചാർജ് ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. 100% ചാർജ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. ഇനി നമുക്ക് ഇതുമായിട്ടൊരു റൈഡ് പോകാം. ശരിക്കും 100% ചാർജിൽ 171 കിലോമീറ്ററാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. നമുക്ക് അത്രയും തന്നെ കിട്ടണമെന്നില്ല. എത്ര കിലോമീറ്റർ കിട്ടും എന്ന് നമുക്ക് റിയൽ ലൈഫിൽ എത്ര കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് ട്രൈ നോക്കാം. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് വണ്ടിയിൽ കയറി ഏറ്റവും ആദ്യം വേണ്ട എന്താണ്, ഹെൽമെറ്റ്.
അപ്പോൾ നമ്മൾ പ്യുവർ EVയുടെ ട്രിസ്റ്റ് എന്ന ഇലക്ട്രിക് ബൈക്ക് ഒന്ന് റൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ കീ ഇട്ടതിന് ശേഷം ജസ്റ്റ് പവർ ബട്ടൺ ഓൺ ആക്കുക. റെഡി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം. നല്ലൊരു ഇനിഷ്യൽ പിക്കപ്പ് ഉണ്ട് കേട്ടോ. നല്ല മീൻസ് ആവശ്യത്തിനുള്ള ഇനിഷ്യൽ പിക്കപ്പാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ മോഡ് 3ലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. മോഡ് 3 ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല കണ്ടോ, ആ ഒരു 20 to 40 കയറിയത് കണ്ടില്ലേ, സ്പീഡ് നല്ലതായിട്ട് കയറുന്നുണ്ട്. അപ്പം അത്രയും സ്പീഡ് വേണ്ട, കുറച്ചുകൂടെ റേഞ്ച് വേണം, റേഞ്ച് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 3 മോഡ്സ് ഉണ്ടല്ലോ, അതിൽ 1, 2, 3 1ലോട്ടാക്കുക. കുറച്ചുകൂടെ സ്പീഡ് വേണമെങ്കിൽ സെക്കൻഡ് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. 586 കിലോമീറ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഇത് പോകുമെന്ന്. പിന്നെ മറ്റേ ബൈക്സ് പോലെ അല്ലല്ലോ, നമുക്ക് സ്കൂട്ടർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ 2 കയ്യിലുമാണ് ബ്രേക്ക്. ഇവിടെ ക്ലച്ചാണെന്ന് തെറ്റിച്ച് പോവുക ഇടയ്ക്ക് ബൈക്ക് യൂസ് ചെയ്യുന്നവർ. 2 സൈഡിലും ബ്രേക്കാണ്. നല്ല ബ്രേക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക്കാണ് ഈ മോഡലിന് വരുന്നത്. കുറച്ചുകൂടെ പവർ ഇട്ടേക്കാം അല്ലേ, ഒരു 3rd മോഡിലോട്ട് ഇടാം. നൈസ് ഹാൻഡിലിംഗ് ആണ്. ഈ ഹാൻഡിലിംഗ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ചില ബൈക്സിലൊക്കെ നമ്മൾ കാണും, നമ്മൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമേ ഇതിൻ്റെ മോട്ടർ വർക്ക് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഇതിന് വരുന്നില്ല കേട്ടോ. നമ്മൾ ബ്രേക്ക് വിട്ടു, ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കിക്ക് ആയിക്കോളും. ആ ഒരു ലാഗ് ഇതിന് വരുന്നില്ല. അത് കയറ്റത്ത് നിർത്തിയിട്ട് എടുക്കുമ്പോഴും അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതിന് നമ്മുടെ കാസിലുള്ള ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലെ ഒരു അസിസ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കയറ്റത്തെടുക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും കയറ്റത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് കൺഫേം ചെയ്യാം. നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് വയനാടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ചുരമൊക്കെയാണ് കയറി അവിടെ ഒരു വ്യൂ പോയിന്റിലൊക്കെ ഒന്ന് പോയി ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. കൽപ്പറ്റ 63 കിലോമീറ്റേഴ്സാണ് കൽപ്പറ്റയ്ക്കുള്ളത്. നോക്കാം നമുക്ക് എത്ര വരെ പോകാൻ പറ്റുമെന്ന്. 586 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കിലോമീറ്റർ നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഒരു സൗണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ഒരു IC എഞ്ചിനുള്ള ബൈക്ക് ഓടിക്കുന്ന അതേ ഫീൽ തന്നെയാണ്. നോർമൽ ബൈക്കിൻ്റെ ഫീൽ ഉണ്ടെങ്കിലും വൈബ്രേഷൻസ് ഒന്നും ഇല്ലല്ലോ. വൈബ്രേഷൻ ഇല്ലാത്തതിൻ്റെ യാത്രാക്ഷീണത്തിൽ വ്യത്യാസം വരും. മീൻസ് നമ്മൾ വൈബ്രേഷനൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ ബോഡിയെല്ലാം വൈബ്രേറ്റ് ആയി നമുക്ക് ക്ഷീണം പെട്ടെന്ന് വരുന്നത്. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, വൈബ്രേഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 80 കിലോമീറ്റർ പ്ലസ് സംതിങ് ആണ്. അപ്പോൾ 80 കിലോമീറ്റർ വരെ പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ടോപ്പ് സ്പീഡൊന്നും ട്രൈ ചെയ്യാൻ പോകുന്നില്ല. നോക്കാം, അതിനുള്ള റോഡ് കിട്ടുകയാണെങ്കിൽ മാത്രം നോക്കും, അല്ലാതെ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ടൗണിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ശാന്തമായ ഒരു സ്ഥലത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബൈക്കിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത്. ബൈക്സ് വളരെ റയർ അല്ലേ. ബൈക്സ് ഞാനും കുറച്ചേ കണ്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ റിവോൾട്ടിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യൂസറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്ന് പറയുമ്പം ചിലർക്ക് നടുവേദനയുടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഒത്തിരി റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കെന്നല്ല എല്ലാവർക്കും നടുവേദനയുടെ കൺസേൺഡ് ആയിരിക്കണം. ഒത്തിരി ലോങ് റൈഡ്സിന് സ്കൂട്ടേഴ്സ് ആരും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ലോങ് റൈഡ്സ് ആണ്, ഡെയിലി ഒരു 60, 70, 80 കിലോമീറ്റേഴ്സ് റൈഡ് ഉള്ളത് കൊണ്ട് ആണ് പുള്ളി സ്കൂട്ടർ എടുക്കാഞ്ഞത്, ബൈക്ക് എടുത്തത്. അപ്പം ഈ ഒരു ബൈക്കും അതേപോലെ തന്നെ കുറച്ച് ലോങ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റേഞ്ച് കൂടെ ഉണ്ട്. മീൻസ് ഇപ്പോൾ റിവോൾട്ടിൻ്റെ ഒക്കെ റേഞ്ച് നോക്കുകയാണെങ്കിൽ 120 റേഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു കിട്ടുന്നത്, പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല ക്ലിയർ ആയിട്ട്. അതേസമയം ഇതിന് 170 കിലോമീറ്റർ ആണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരു 150, 140 എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് നമുക്ക് നോക്കാം. അപ്പോൾ അത്ര റേഞ്ചുള്ള സ്ഥിതിക്ക് ആ ഒരു ലോങ് റൈഡ് മീൻസ് ഇലക്ട്രിക് ബൈക്ക് എന്നുള്ളൊരു ഉദ്ദേശമേ ലോങ് റൈഡ്സിന് യൂസ് ചെയ്യാമെന്നുള്ളൊരു പേർപ്പസാണ് അതിന് വരുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടെ റേഞ്ച് ഉള്ള അതായിരിക്കും ബെറ്റർ. അപ്പം ഇതിന് ആ റേഞ്ച് കൊടുത്തിട്ടുമുണ്ട്. മറ്റേ നമ്മൾ സ്കൂട്ടർ വെട്ടിക്കുന്ന പോലെ സ്കൂട്ടർ വെട്ടിക്കുമ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് കിട്ടാറില്ല. കാരണം ചെറിയ റേഡിയസിലുള്ള ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതേസമയം ഇത് നമുക്ക് നമ്മുടെ പണ്ട് നമ്മൾ KTM ഓടിച്ച് നടക്കുന്ന, മീൻസ് KTMായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, ഒരു ബൈക്കിൻ്റെ ആ ഒരു പർപ്പസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ. നല്ല ബ്രേക്കിംഗ് ആണ് കേട്ടോ. ആ ഒരു ടയർ സ്കിഡ് ശബ്ദങ്ങൾ കേട്ടോന്നറിയില്ല. നല്ല ബ്രേക്കിംഗ് ആണ്. ഫ്രണ്ട് ബ്രേക്ക് കുറച്ചിട്ടേക്കാണോ അതോ കുറവാണോ? റീജനറേഷൻ ഒക്കെ ഉണ്ടോ കേട്ടോ. റീജനറേഷൻ ആണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടോ റീജനറേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ആ ഗ്രീൻ കളർ ഡിസ്പ്ലേയിൽ തെളിയിരിക്കും, നമുക്ക് കാണാൻ പറ്റും. അപ്പം പവർ റീജനറേഷൻ നടക്കുകയാണ് ആ സമയത്ത്. മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇവിടെ ഒരു മൊബൈൽ ആപ്പ് എടുക്കുക, നമ്മുടെ വണ്ടി സേവ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു കോഡുണ്ട്, അതിൻ്റെ സീരിയൽ നമ്പർ വെച്ചിട്ട് വണ്ടിയുടെ അടുത്ത് നമ്മളുണ്ടെങ്കിൽ അത് കണക്ട് ആവും. നേരെ കണ്ടോ ക്യാഷേ കുറച്ച് കിടപ്പുണ്ടായിരുന്നു, അത് ക്ലിയർ ഒപ്റ്റിമൈസ് ചെയ്തു. കണ്ടോ ഇപ്പം 78.6% ആണ് ഇതിന് ബാറ്ററി പെർസെൻറ്റേജ് ബാക്കിയുള്ളത്. അതായത് നമ്മൾ കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം കയറിയിട്ടാണ് നമ്മൾ ഇത്രയും വന്നത്. അപ്പോൾ അത്രയും ആ യാത്രയുടെ ബാറ്ററിയാണ് 25% ആണ് നമുക്ക് ഈ ഒരു 586 നിന്ന് 613 കിലോമീറ്റർ ആവാനായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ബാക്കി ഇനി കയറ്റങ്ങളാണ്, ഇത് കൂടുതലും കയറ്റങ്ങളാണ്. പിന്നെ വേറെ കാര്യം, നമ്മൾ 3rd മോഡിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് റേഞ്ച് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പം നമുക്ക് ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യാം.
നമ്മൾ ശരിക്കും ഒരു 2 വീലറിന് പറ്റിയ മാക്സിമം സ്പീഡിൽ, അതായത് നമ്മുടെ റോഡിൽ അലോ ചെയ്യുന്ന മാക്സിമം സ്പീഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു 60-70 ഒക്കെയാണ്, 70 അല്ല 60 അല്ലേ 2 വീലേഴ്സിൻ്റെ മാക്സിമം സ്പീഡ്. ആ സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായിരിക്കും 2 വീലേഴ്സിൻ്റെ സേഫ് സ്പീഡും. അതിൽ മുകളിലോട്ട് പോകുന്നത് അത്ര സേഫ് അല്ല. നമ്മൾ നമ്മുടെ പ്യുവർ EV കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വൈറ്റ് ഹൗസിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ചെന്ന് ഫുഡൊക്കെ അടിച്ച് ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ഹൗസിലാണ് നമ്മൾ വന്ന് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. ഇനി നമ്മൾ പ്യുവർ EVയിൽ നമ്മൾ ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ വയനാട് ചുരം കയറാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം കയറ്റമായതുകൊണ്ട് തന്നെ ഏതൊരു ഇലക്ട്രിക് വണ്ടി എന്നല്ല, ഏതൊരു വണ്ടിക്ക് എന്ന പോലെ ഇതിൻ്റെ റേഞ്ചും കമ്പാരിറ്റീവ്ലി കുറയും. നമ്മളൊരു ഫ്ലാറ്റ് സർഫേസിൽ ഓടിക്കുന്ന പോലത്തെ റേഞ്ച് ഒരിക്കലും ഒരു ഹില്ല് കയറുമ്പോഴോ ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ കയറ്റം കയറുന്നത് വിത്ത് തേർഡ് ഇതിലാണ് കേട്ടോ, 3ാമത്തെ മോഡിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് ഫസ്റ്റ് മോഡിൽ ഇട്ടാൽ കയറാതിരിക്കത്തൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ നമുക്കിങ്ങനെ പൊക്കോണ്ടിരിക്കണം. 40 അല്ല 35 ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കണ്ടോ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ബോർ പരിപാടിയല്ലേ. പയ്യെ പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ സെക്കൻഡും കഴിഞ്ഞ് തേർഡ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ കയറ്റമാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു കയറ്റത്തിൽ സ്പീഡ് കയറിക്കോളും. കണ്ടോ ഓണേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. ബൈക്ക് ആയതുകൊണ്ട് സ്കൂട്ടറിൽ എനിക്ക് ഒട്ടും കോർണർ ചെയ്യാൻ പറ്റില്ല. സ്കൂട്ടർ കോർണർ ചെയ്യാനുള്ള സാധനമല്ല, പക്ഷേ കോർണർ ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. പക്ഷേ ഇത് കുഞ്ഞു ടയറാണ്, വലിയ ടയറൊന്നുമല്ല. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബിഗ് സൈസ് ടയേഴ്സൊക്കെ കൊടുക്കായിരുന്നു. 80 ആണ് ടയേഴ്സിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അത് കുറച്ചുകൂടെ വലുത് കൊടുക്കായിരുന്നു എന്ന് തോന്നി. ഇത് കണ്ടോ ഇപ്പോൾ നടന്ന സംഭവമാണ് എനിക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. കാരണം നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്തപ്പോൾ ആ ത്രോട്ടിൽ പെട്ടെന്ന് കിക്ക് ചെയ്തു. അല്ലാതെ ആ ഒരു ബ്രേക്കിൽ നിന്ന് വിട്ടിട്ട് കണ്ടോ ബ്രേക്ക് വിട്ടിട്ട് വിടുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഒരു ലാഗും ഇല്ലാതെ കണ്ടോ വർക്കിങ്. മറ്റുള്ള ചില വണ്ടികൾ കണ്ടിരിക്കുന്നത് പോലെ നമ്മൾ ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരു 0.5 സെക്കൻഡ് ലാഗൊന്നും ഇതിനില്ല. അതാണൊരു അഡ്വാൻറ്റേജ് ഞാൻ നോട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് താമരശ്ശേരി ചുരത്തിലാണ് നിൽക്കുന്നത്. ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മുടെ പ്യുവർ EVയുടെ ഹീറ്റ് ട്വിസ്റ്റ് കൊണ്ട് നമ്മൾ താമരശ്ശേരി ചുരത്തിൻ്റെ പാതിയായി. ഇപ്പോൾ നമ്മുടെ കിലോമീറ്റർ ആയിട്ടുള്ളത് 648 കിലോമീറ്റേഴ്സാണ്. നമുക്ക് ഇതിന് എത്ര ബാറ്ററി പെർസെൻ്റ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ കാണിക്കാം. നമ്മുടെ മൊബൈൽ ആപ്പിൽ നമ്മളിപ്പോൾ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ബാറ്ററി എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 46% ബാറ്ററിയാണ് ബാക്കിയുള്ളത്. 648 കിലോമീറ്റേഴ്സാണ് നമ്മൾ ടോട്ടൽ ഓടിയിരിക്കുന്നത്. നമ്മൾ എത്ര 586 സ്റ്റാർട്ട് ചെയ്തു 648 കിലോമീറ്റർ എത്തിയിട്ടും നമുക്ക് 48% ബാലൻസ് ഉണ്ട്. അതും നമ്മൾ കുറേ ഹിൽ ഏരിയസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുമല്ല നമ്മൾ മോഡ് 3 ആണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് റേഞ്ച് കുറവ് വരേണ്ടതാണ്. എന്നിട്ടും ഇത്രയും നമുക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നത് റീജനറേഷനെയാണ്. റീജൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുമ്പോഴേ റീജൻ വർക്ക് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ലോസ് ആയ പവറിൽ ചെറിയൊരു ശതമാനം തിരിച്ച് റീഗെയിൻ ചെയ്യും. അത് വലിയൊരു പെർസെൻറ്റേജായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് തിരിച്ച് ഗെയിൻ ചെയ്യാൻ പറ്റൂ. എങ്കിലും തിരിച്ച് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സോ വി ഹാവ് ഓൾമോസ്റ്റ് കവേർഡ് 90 കിലോമീറ്റേഴ്സ്. നമ്മൾ 586 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 676 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇറക്കമൊക്കെ ഇറങ്ങിയോണ്ടേ റീജനറേഷനും കൂടെ ഞാൻ പറയില്ല കയറ്റം കയറിയപ്പം റേഞ്ച് കുറയുമെന്ന്. അപ്പോൾ അത് ഇറങ്ങി റീജനറേറ്റ് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ശരിക്കും അത്രയും ഒന്നും റീജനറേറ്റ് ആവില്ല എന്നാണ് എൻ്റെ അറിവ്. ചെറിയൊരു എമൗണ്ട് റീജനറേറ്റ് ആവുള്ളൂ. എങ്കിലും ഇതിന് ഇത്രയുമേ ചാർജ് പോയിട്ടുള്ളൂ. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഞാൻ തേർഡ് മോഡ് 3 ഓടിക്കാനായിട്ടൊന്ന് മടിച്ചു. കാരണം ഒരു 10-70 കിലോമീറ്റർ പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു തേർഡ് മോഡ് ഇടണോ. ഇടയ്ക്ക് ഫസ്റ്റ് മോഡൊക്കെ ആക്കി, പിന്നെ ഞാൻ വിചാരിച്ചു പോട്ട് കുഴപ്പമില്ല, പോകുന്നത്രയും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും മോഡ് 3 ആക്കി. അതായത് ഏറ്റവും സ്പീഡുള്ള, ഏറ്റവും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഏറ്റവും റേഞ്ച് കുറവുള്ള മോഡ്. ആ മോഡിലാണ് നമ്മൾ ഒരു 99% നമ്മൾ വണ്ടി ഓടിച്ചത്. എന്നിട്ടാണ് ഈ ബാറ്ററിയുടെ അവസ്ഥ ഇത്രയും കാണിക്കുന്നത്. അപ്പം നമുക്ക് 100 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മൊബൈലിൽ നോക്കാം എത്ര % എക്സാക്റ്റ് ബാക്കിയുള്ളതെന്ന്. ഓക്കെ 688 കിലോമീറ്റേഴ്സ് ആയിരിക്കും. അതായത് നമ്മൾ 102 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട്. നമുക്കിപ്പോൾ 100 കിലോമീറ്റേഴ്സ് ഓടാൻ എത്ര % വേണം എന്നുള്ളത് അറിയാനായിരുന്നു. പക്ഷേ 102 കിലോമീറ്റേഴ്സ് ആയിപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര % ചാർജാണ് ഇപ്പോൾ ഉള്ളതെന്ന്. 20% ചാർജ്. അതായത് 102 കിലോമീറ്റർ ഓടിയപ്പം 20% ചാർജാണ്. 688 കിലോമീറ്റർ എത്തിയപ്പോൾ നമുക്ക് ബാക്കിയുള്ളത്. അതായത് ഇനി ഓടും ഒരു 30 കിലോമീറ്ററോളം എന്തായാലും ഓടും. അതായത് 130 കിലോമീറ്റർ. അതും നോർമൽ 130 അല്ല, ഹിൽ ഏരിയ ആയിരുന്നു മൊത്തം. തേർഡ് മോഡായിരുന്നു മൊത്തം. അപ്പോൾ തേർഡ് മോഡിൽ അവർ പറയുന്ന റേഞ്ച് എക്സാക്റ്റ് ഏതാണ്ട് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഏതായാലും ബാക്കിയോടെ നമുക്ക് ഓടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചാർജ് നോക്കിയപ്പോൾ 20% ബാക്കിയുണ്ട്.
ഞാൻ പിന്നെ കുറച്ചുകൂടെ ഇറങ്ങി വന്നപ്പോൾ 21.5% ആയിരുന്നു ബാക്കി. അപ്പം എന്തായാലും ഞാനിത് 10% താഴെ നാക്കിയിട്ടേ പോകുന്നുള്ളൂ. അപ്പം അത്രയും, അതായത് 90% ചാർജ് കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും നോക്കാം. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ബാറ്ററി ചാർജ് തീരാറായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഷോറൂമിൽ വണ്ടി എത്തിച്ചിട്ടുണ്ട്. കണ്ടോ, വി ആർ ബാക്ക് ടു പ്യുവർ EV കാലിക്കട്ട്. 706 കിലോമീറ്ററാണ് ടോട്ടൽ നമ്മൾ ഓടിയത്. ഓക്കെ, അപ്പം നമ്മൾ നല്ലൊരു യാത്രയൊക്കെ കഴിഞ്ഞാണ് വന്നത്. അപ്പം എത്ര ബാറ്ററി പെർസെൻറ്റേജ് ബാക്കിയുണ്ടെന്ന് ഞാൻ നിങ്ങളിപ്പോൾ ഫോണിൽ കാണിക്കാം. കണ്ടോ, നമ്മൾ 7% ബാറ്ററി ചാർജ് ആക്കി 120 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. കണ്ടോ, ഇത്രയുമാണ് നമ്മൾ ഓടിയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ, നമ്മൾ ഓടിയത് മൊത്തം ഹില്ലി ഏരിയ ആണ്. നമ്മൾ വയനാട് ചുരമാണ് കയറിയത്, താമരശ്ശേരി ചുരമാണ് കയറിയത്. അത്രയും കിലോമീറ്റർ കയറ്റം കയറി വന്നിട്ടും ഇതിൻ്റെ ഹൈ പവർ മോഡിൽ, അതായത് 3rd മോഡിലാണ് നമ്മൾ ഇത്രയും 120 കിലോമീറ്റർ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞിരിക്കുന്ന റേഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ഫസ്റ്റ് മോഡിൽ 170 കിലോമീറ്റർ പറയുമ്പോൾ ഒരു 140 ഒക്കെ കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 3rd മോഡിൽ തന്നെ നമുക്ക് 120 കിട്ടി. 3rd മോഡിൽ അവർ പറയുന്നത് 130, 125 എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞ അത്രയും തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡിലും അത്രയും തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലൊരു ഇലക്ട്രിക് ബൈക്ക് റൈഡ് എക്സ്പീരിയൻസ് തന്നതിന് പ്യുവർ EVക്ക് വളരെ ഒരു താങ്ക്സ്. നമ്മൾ കാലിക്കറ്റ് ഷോറൂമിലാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിംഗ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് റേഞ്ച് ടെസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഹിൽ ഏരിയയിൽ താമസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക്, ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.